ഇവിടെ എളുപ്പം വരണുണ്ടോ? ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. മൂപ്പർ ഒരു ആവാഹനത്തിലാണ്. ശരി. വാഹനത്തിലോ? വാഹനത്തിലോ? ആവാഹനത്തിൽ. പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തിരുമേനി വരട്ടെ. പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോട്ടോ. 13 ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞ. കണ്ട, സത്യം നിമിത്തം 13 20 തരും. ഈ അടുപ്പം കല്ല് ഞാനിരില്ലു, ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടതല്ല. ഒന്നല്ലോ. ബീഫ് കറി, മത്തിക്കറി, അയില മുളട്ട് എന്നാ വേണ്ട? എന്റെ സ്വാമി അതല്ല, വേറെ കറി 13 ആൾക്കാർ ആവാഹിക്കാൻ പറ്റില്ല. പണിക്കർ അയ്യോ, ആവോലി കറി ഇപ്പൊ ആവോലിയല്ല, പണിക്കർ വണ്ടി വന്നതാണ്. ആവാഹനം നേരത്തെ പറയണ്ടോ? പണിക്കര് പറഞ്ഞിനി റെഡിയാക്കാം. അതിപ്പം എത്രയാവുന്ന് ഒന്ന് പറയാം. 13 ആത്മാക്കള് കുറച്ച് കഠിനാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 2 10 20 ഒന്ന് കൂട്ടിയോ കൂടോ? വെയിറ്റ്. ശരി, വെയിറ്റ് ചെയ്യാം. ഏണിമാമ മതിയാ? 10,000 പൂജ്യം വേണ്ടേ? വേണം. 1,30,000 രൂപ, പിന്നെ എൻ്റെ 2,000 രൂപ. സ്വാമി എന്ത് എന്താ കാര്യം? ഓനൊരു 1,000 രൂപ കൊടുക്കണം. 1,33,000 രൂപ. അല്ല, 13 ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഈശ്വരാ, സുഹൃതക്ഷേമം, ആത്മാക്കൾക്ക് ഡിസ്കൗണ്ടാ? എന്തായി പറയുന്നത്? നമുക്ക് ഭാവനെല്ലാം കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും. 10 പൈസ കൊടുക്കണ്ട, ഫ്രീയാ. ഇതോ 13 ആത്മാക്കളെ ആവാഹിക്കണം. കുറച്ച് പണിയുണ്ട്. ഈ ആത്മാക്കളെ കാര്യത്തിൽ ഞാൻ അകടെ പിടിച്ചിട്ടാ കൊടുക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ആത്മാവിന്ന് ഒരു 500 രൂപ അങ്ങനെ കഴിച്ചേ. ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ, ഞാൻ പിന്നെ ഇടപെടാക്കി തരും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ, നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ അടിപൊളിയാക്ക സംഭവം. അടിപൊളിയാക്കേ? അയ്യോ, നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവോ? ദിവ്യനാണ്, ദിവ്യൻ. അപ്പൊ പറഞ്ഞൊക്കെ ഓക്കെ. കണ്ടിട്ട് പവറുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? എന്താണത്? ഹലോ. ഹലോ മാമ, ഞാനാ. ആരാ? ദിനേശനാ. ദിനേശാ, എന്തല്ലേ വിശേഷം? അതെ, ഒരു കാര്യം പറയാൻ വിളിച്ച. തിരക്കിലാണോ? ഡോക്ടറാ. അമ്മ ഈ ഇടയ്ക്ക് കാണാൻ പോയിരുന്നു. അപ്പൊ അതില് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഇവിടെ തറവാട്ടില് 13 ആത്മാക്കളുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ. അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാ പറയണത്. അത് നല്ല കാര്യം ദിനേശാ. ജീവിച്ചിരിക്കും അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ ചെയ്യ്. അതല്ല മാമ, ഈ 13 പേരെയും ഒരുമിച്ച് ആവാഹിക്കാനായിട്ട് 1.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. എന്റെ ഒന്നുമില്ല. മാമൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാമ മാമ അത് പിന്നെ ദിനേശാ, തൽക്കാലം എൻ്റെ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്നെ വിളിക്കാം. എന്നാ ശരി. അല്ല, ഒരു 10,000 കുറച്ച് മതി. ബാക്കി ക്യാഷ് ആയിട്ട് തരാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇവനെ പറഞ്ഞോടാ. ഹലോ, കേൾക്കണില്ല. റേഞ്ച് ഉണ്ടോ? ഹലോ. കാനഡയിലൊക്കെ ഒന്ന് പണിയെടുക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാനൊക്കെ ഇവിടെ മല മറിക്കാന്ന്. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയുള്ളൂ. നിങ്ങൾ അവിടുന്ന് മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് പൊളിച്ചു വയ്ക്കാൻ. ഇനിയും കാത്തിരിക്കാൻ വയ്യട്ടോ. അവസാനം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടെന്ന് പറയിപ്പിക്കരുതേ. ഇതൊക്കെ മുക്കുകൊണ്ടായിപ്പോയി മോനെ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു തരുമായിരുന്നു. സാറിലടാ, എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. സുബ്രഹ്മണ്യം പുതിയടത്ത് 200 രൂപ. രാമകൃഷ്ണൻ അതിനത് വീട് പണിക്ക്. ആരുടെ? ദിനേശന്റെ. രാമകൃഷ്ണൻ തന്നെ ദിവസം 500. സന്ദീപ് നല്ല പടി കിടക്കണ്ടോ? 3 പേര് കൂടെ ഒരു പെട്ടിയും കൂടെ പൊട്ടിക്കാണ്ട്. ഇല്ല. എന്തായാലും അവിടെ ഉള്ളവരൊക്കെ നോക്കിക്കോട്ടോ.
ഞാനടുത്ത പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. എടാ ഫുള്ള് കൗണ്ട് ചെയ്തിട്ട് നീ വിളിച്ചു പറയണേ എമൗണ്ട് എത്രയുണ്ടെന്ന്. എന്നിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. ഇട്ടേക്കാം. അയക്കാന്ന്. സുഗുണാനന്ദന ഓ എഴുത്തുമായനെ അറിയില്ല, ഇവനെ കൊണ്ട് തോറ്റു. സുഗുണാനന്ദൻ ആവന്തിക 200 റുപ്യ. ചായ കുടിച്ചോളിട്ടാ. ആ ചായ വന്നോ? കളിക്കാനൊന്നുമില്ലേ? ആ അച്ചപ്പണ്ട്. ഗീതാ സെബാസ്റ്റിന് 200. ചായ കുടിക്ക്. അതെന്താ? ഗിരി ഒരു 200 റുപ്യ മീൻകാരന് കൊടുക്കാനാ. ആ പോ പോ പോ. അതെ, വീട് പണിക്ക് വേണ്ടി കുരുക്കല്യാണം നടത്തിയോണ്ട് എന്റെ ഹൗസ് വാമിങ്ങിന് ഇനി 10 പൈസ കിട്ടുന്ന വിചാരിക്കണ്ട. തരാനുള്ളവരൊക്കെ തന്നിട്ടുണ്ട്. കുറെ പുതിയ ആൾക്കാരാ. ആ എന്നെ എല്ലാരും പറ്റിക്കാണല്ലോ മോനെ. എന്താ കാര്യം? കാലിക്കവറ് ഉളുപ്പുണ്ടോ കേക്കെ? ഇനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ? തീർക്കണ്ടല്ലോ. കാശ് തീർക്കുന്ന കാര്യമല്ല, ഇവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞേ. പൈസ തരുമ്പോ വീട് പണിയും തീരും. ആ തീർന്നാ മതി. അടുത്ത എഴുതിക്കോ.